അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്യരായ ശൈഖുന സീനുൽ ഉലമ ഉസ്താദ് അവറുകൾ, മറ്റു പണ്ഡിതന്മാർ, വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വിശദമായി സംസാരിക്കുകയല്ല, എൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എണീറ്റ് നിന്നത്. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ വിശുദ്ധമായ നുബൂവത്ത് ലഭിച്ചു. ശേഷം മക്കയിൽ 13 വർഷക്കാലവും വിശുദ്ധമായ മദീനയിൽ 10 വർഷക്കാലവും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തി. അവസാനം അവിടുത്തെ 63-ാമത്തെ വയസ്സിൽ ലക്ഷക്കണക്കിന് അനുചരന്മാരോടുകൂടെ, സ്വഹാബത്തുകളോടുകൂടെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ ഒരുമിച്ച് കൂടി. അവിടുന്ന് പ്രസിദ്ധമായ അവിടുത്തെ പ്രഭാഷണം നടത്തി. അവസാനമായി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഹൽ ബല്ലഗ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷക്കണക്കിന് സ്വഹാബി അനുചരന്മാരോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം അവിടുന്ന് മറുപടി പറഞ്ഞു, നഅം, അതേ നബി തങ്ങളെ, അവിടുന്ന് എല്ലാം നമ്മിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ശേഷം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ലക്ഷക്കണക്കിന് സ്വഹാബത്തിനു നൽകിയ ഉപദേശമാണ് ഫൽയുബല്ലിഉ ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാളിറായ ലക്ഷക്കണക്കിന് സ്വഹാബി അനുജനന്മാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ വിശുദ്ധമായ സന്ദേശത്തെ ലോകത്തിന്റെ നാനാൽ ഭാഗങ്ങളിലേക്കും എത്തിക്കണം. ഇവിടെ ഒരുമിച്ച് കൂടാതെ മനുഷ്യ കുലത്തിലെ ഓരോ വ്യക്തികളിലേക്കും ഈ വിശുദ്ധമായ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ 1,14,000-ഓളം സ്വഹാബികൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേൾക്കുകയും ഒരുപാട് ഹിദ്മകൾ എടുക്കുകയും ചെയ്ത 1,14,000-ഓളം വരുന്ന സ്വഹാബി അനുചരന്മാർ. എന്നാൽ സ്വഹാബികളെ പറ്റി രചിക്കപ്പെട്ട നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ മക്തബയിൽ തന്നെ നിരവധി കിതാബുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ അൽ ഇസാബ അടക്കമുള്ള, ഉസ്തുൽ ഗാബ് അടക്കമുള്ള, അൽ ഇസ്തിയാബ് അടക്കമുള്ള നിരവധി കിതാബുകളുണ്ട്.
എന്നാൽ അതിൽ വരുന്ന സ്വഹാബികൾ ടോട്ടൽ നാം കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ഓളം സ്വഹാബികളാണ് വരികയുള്ളൂ. ബാക്കിയുള്ള സ്വഹാബികളൊക്കെ എവിടെയാണ് എന്നതിന് മറുപടി എന്നോണം ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം ഹാഫിദുൽ ഇറാഖി എന്ന് പറയുന്ന പ്രധാന മുഹദ്ദിസിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് സ്വഹാബികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ദീനി ദഅവത്തിനായി ഹിജറ പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വ്യക്തമായ ഡീറ്റെയിൽസ് കൃത്യമായ നിലക്ക് ക്രോഡീകരിക്കുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, വിശദമായി സംസാരിക്കുകയല്ല. നമ്മുടെ ഈ ഫിദാഖ് പരിപാടിയുടെ പ്രോഗ്രാമിന്റെ പ്രമേയം തന്നെ മലൈബാർ എന്ന് പറയുന്ന ആ മഹത്തായ നാടിനെ കുറിച്ചുള്ള പ്രമേയമാണ്. ഹിജറയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ മലൈബാറിലേക്ക് ഇസ്ലാമിന്റെ ആ സുന്ദരമായ സന്ദേശം കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ യാഖൂത്തുൽ ഹമവി തന്റെ മുഅ്ജമുൽ ബുൽദാനിൽ മലൈബാറിനെ പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ചലൂറും ഫാക്കന്നൂറും തുടങ്ങി നിരവധി നാടുകളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ഈ വിശുദ്ധമായ മലബാറിലേക്ക് ഇസ്ലാമിന്റെ ദിവ്യ സന്ദേശം, ആ സുന്ദരമായ സന്ദേശം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എത്തി. തുടർന്ന് സാത്വികരായ പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെ നേതൃത്വത്തിലായി ആ വിശുദ്ധമായ സന്ദേശം നാടിന്റെ നാലാ ദിക്കുകളിലേക്കും പരന്നൊഴുകി. വിശിഷ്യ ഹിജറ 9-ാം നൂറ്റാണ്ടിൽ മഖ്ദൂമമാരുടെ വരവും ഹിജറ 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലും ഹളറമി സാദാത്തുക്കളുടെ കുത്തൊഴുക്കുമെല്ലാം ആ വിശുദ്ധമായ ദീനീ പ്രചാരത്തിന് കൂടുതൽ ആവേശവും ഊർജവും നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ഈ മലൈബാർ എന്ന് പറയുന്ന നാട്ടിലേക്ക് വിശുദ്ധമായ ദീൻ എത്തിച്ചത് ഈ പ്രമുഖരായ പണ്ഡിതന്മാരും സാദാത്തുക്കളുമാണ്. അവരെല്ലാവരും അവരുടെ നാട് വിട്ട്, അവരുടെ ദേശം വിട്ട് ഈ നാട്ടിലേക്ക് കടന്നു വന്നത് ഇവിടെ കൂടുതൽ സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെയല്ല, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷയുണ്ട് എന്ന ലക്ഷ്യത്തോടെയല്ല. മറിച്ച് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും വിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മഹത്തായ നാട്ടിലേക്ക് കടന്നു വന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്താനുഗ്രഹം കൊണ്ട് അവരുടെ പ്രബോധനം മുഖേന നമ്മോടും നമ്മുടെ നാട്ടുകാരും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളായ പ്രബോധകരായ നാം കാലത്തിനനുസരിച്ച് വളരണം. നമ്മുടെ പഠനത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പരിസരത്ത് ഒതുങ്ങി കൂടേണ്ടവരല്ല. ഇന്ത്യയുടെ വിവിധ ദിക്കുകളിലേക്കും എന്നല്ല, ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്കും പാലായനം ചെയ്യേണ്ടവരാണ് നമ്മൾ. വിശുദ്ധമായ ദീനിന്റെ പ്രഭ ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള വിശുദ്ധമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൂന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവണം. അവർ വിശുദ്ധമായ ദീനിലേക്ക്, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു സംഘം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുകയാണ്. ശേഷം പറയുന്നു, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആളുകളാണ് യഥാർത്ഥ വിജയികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് വിശുദ്ധമായ ദീനിന്റെ ഖാദിമികളാവാൻ, ദീനിന്റെ പ്രബോധകരാവാൻ നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഫിദാക്കിന്റെ പ്രോഗ്രാമുകളും
മറ്റു എല്ലാ പഠനേതര വിഷയങ്ങളും നാം നടത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ദീനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ സജ്ജതരായ ദീനിന്റെ ഖാദിമീങ്ങൾ, ദീനിന്റെ ദായിമാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ ആയത്ത് കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.